പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ മറ്റൊരു പരാമർശവുമായി ഷിൻഡെ വിഭാഗം ശിവസേന എംഎൽഎ സഞ്ജയ് ഗേക്വാദ്. കോൺഗ്രസിനെ നായ്ക്കൾ എന്ന് വിളിച്ച ഗേക്വാദ് തന്റെ പരിപാടിയിലേക്ക് കയറി വരുന്ന കോൺഗ്രസുകാരെ കൊന്നു കുഴിച്ചു മൂടുമെന്നും തുറന്നടിച്ചിരിക്കുകയാണ്. എന്റെ പരിപാടിയിൽ ഏതെങ്കിലും കോൺഗ്രസ് നായ്ക്കൾ കടന്നുവരാൻ ശ്രമിച്ചാൽ അവരെ ഞാൻ അവിടെ തന്നെ സംസ്കരിക്കുമെന്നാണ് ഗേക്വാദ് ആഞ്ഞടിച്ചത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം ഗേക്വാദ് പങ്കെടുക്കുന്ന പരിപാടിയെ സംബന്ധിച്ചായിരുന്നു ഈ പരാമർശം. രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ സഞ്ജയ് ഗേക്വാദിനെതിരെ ബുൽദാന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നാവ് അരിയുന്നവർക്ക് 11 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു ഇയാളുടെ പ്രഖ്യാപനം. വാർത്താ സമ്മേളനം വിളിച്ചായിരുന്നു ഈ ഭീഷണി. രാജ്യത്തെ സംവരണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ പ്രസ്താവന ഉയർത്തിക്കാട്ടിയായിരുന്നു എംഎൽഎയുടെ ഈ പരാമർശം. രാഹുൽ ഗാന്ധി വിദേശ സന്ദർശന വേളയിൽ നടത്തിയ പരാമർശങ്ങളിലൂടെ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്നത് തുടരുകയാണ്. ഈ കാരണത്താൽ തന്നെ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാല രംഗത്തു വന്നു. വിവാദമായ അമേരിക്കൻ സന്ദർശന വേളയിൽ സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ചാണ് അത്തേവാല ഈ പരാമർശം നടത്തിയത്. അതേസമയം രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇല്ലാതായാലും സംവരണം ഈ രാജ്യത്ത് നിന്നും ഇല്ലാതാകില്ല എന്നാണ് അത്തേവാല പറഞ്ഞത്. ചൊവ്വാഴ്ച പാൽഘറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നേതാവ്. രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും ഇത്തരം പ്രസ്താവനകൾ നടത്തി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അത്തരം പരാമർശങ്ങൾ നടത്തുന്നത് തടയാൻ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നായിരുന്നു നേതാവ് ആവശ്യപ്പെട്ടത്. അത്തേവാലയെ കൂടാതെ ഇന്ത്യയെ വിഭജിക്കാൻ ഗൂഢാലോചന നടത്തുന്ന ശക്തികളെ രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്നുവെന്നാരോപിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്ത് വന്നിരുന്നു. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ പ്രധാനമന്ത്രിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കത്തയച്ചത് എൻഡിഎയെ ഞെട്ടിച്ചു. രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ അപജയം തടയാൻ ഇത്തരം വർഗീയ വിദ്വേഷ പരാമർശം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഖാർഗെ ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടക്കുന്ന അപകീർത്തികരവും അങ്ങേയറ്റം ആക്ഷേപകരവുമായ പരാമർശങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് ധാരണയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങേയറ്റം ദുഃഖത്തോടെ പറയട്ടെ, നിങ്ങളുടെ പാർട്ടിയും സഖ്യകക്ഷികളും ഉപയോഗിക്കുന്ന അങ്ങേയറ്റം ആക്ഷേപകരമായ പരാമർശങ്ങൾ ഭാവിയിലേക്ക് ദോഷം ചെയ്യുന്നവയാണ്. കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ബിജെപി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള മന്ത്രിയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ നമ്പർ 1 തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ചത്. കേന്ദ്ര സർക്കാരുമായി ബന്ധമുള്ള പാർട്ടിയിലെ എംഎൽഎ രാഹുൽ ഗാന്ധിയുടെ നാവ് അറുത്താൽ 11 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു മറ്റൊരാൾ. ഡൽഹിയിൽ നിന്നുള്ള മുൻ എംഎൽഎയും ബിജെപി നേതാവുമായ വ്യക്തി പറയുന്നു രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ മുത്തശ്ശിക്ക് സമാനമായ അനുഭവം ഉണ്ടാകുമെന്ന്. എന്താണ് ഇതിനൊക്കെ അർത്ഥമെന്നാണ് ഹിന്ദിയിൽ അയച്ച കത്തിൽ ഖാർഗെ കുറിച്ചത്. വിദേശം വിളമ്പുന്ന ഇത്തരം ദുഷ്ടശക്തികൾ കാരണം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവർക്കും ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. ഭരണകക്ഷിയുടെ ഇത്തരം രാഷ്ട്രീയ സ്വഭാവം ജനാധിപത്യ ചരിത്രത്തിലെ കാർക്കശ്യത്തിന്റെ മുഖമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് ഖാർഗെ പറയുന്നത്. നിങ്ങളുടെ നേതാക്കൾക്ക് മേൽ അച്ചടക്കവും മര്യാദയും നിർബന്ധമാക്കേണ്ടത് അനിവാര്യമാണ്. നേതാക്കളോട് മാന്യമായി പെരുമാറാൻ പറയൂ. ഇത്തരം വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. ബിജെപി നേതാവ് തർവീന്ദർ സിംഗ്, ശിവസേന ഷിൻഡെ വിഭാഗം എംഎൽഎ സഞ്ജയ് ഗേക്വാദ്, റെയിൽവേ സഹമന്ത്രി രവ്നീത് ഭിഡു, ഉത്തർപ്രദേശിലെ മന്ത്രി രഘുരാജ് സിംഗ് എന്നിവർക്കെതിരെയാണ് കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ ഡൽഹി തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. നേതാക്കൾക്കെതിരെ ഭാരത് ന്യായ് സംഹിതയുടെ 351, 352, 353, 361 വകുപ്പുകൾ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ആവശ്യം.